ശരിക്കും അച്ഛനും അമ്മയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കഥ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. വിളിക്കട്ടെ ഡാൻ, നിങ്ങളിപ്പോൾ ഇവൻ്റെ റാപ്പും ഡാൻസും കാരണം ഓസ്ട്രേലിയയിൽ ഫേമസ് ആണെന്നാണ് കേൾക്കണം. ആണോ? ഡാനി ആസ് എ ഡാൻസർ ആർട്ടിസ്റ്റ് എല്ലാവർക്കും അറിയാം. റാപ്പ് അറിയില്ല, അത് ജസ്റ്റ് പുള്ളി അത് വന്നതേ ഉള്ളൂ, തുടങ്ങി. അല്ല, അത് പുള്ളി ഒളിച്ചു വെച്ചേക്ക് കുറേശ്ശെ പുറത്തെടുത്ത് തുടങ്ങിയിട്ട് ഞങ്ങൾ തന്നെ അടുത്തിടയ്ക്ക് അറിഞ്ഞു. ഈ കലോത്സവത്തിന് അവിടെ എന്ത് സമ്മാനമാണ് കിട്ടിയത്? മാവ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു കലോത്സവം വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മടുത്ത് കോവിഡൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണല്ലോ. പരിപാടി വെച്ച സമയത്ത് കുട്ടികളെല്ലാം ഇങ്ങനെ പങ്കെടുത്തു ഓരോ രീതിയിൽ. ആദ്യം ഓൺലൈനിലായിരുന്നു. ഓൺലൈനിൽ ആൾ ഇങ്ങനെ പെയിൻറ്റിങ് അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തു. പിറ്റേ വർഷം ഇതുപോലെ മാവ വീണ്ടും കൊണ്ടുവന്നു പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഇവൻ ഇച്ചിരിച്ച വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തപ്പോഴത്തേനും ആൾ ചെറുതായിട്ട് ചുവട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് ഞങ്ങളൊരു പാട്ടുപാടി ഡാൻസ് 2 മോഹിനിയാട്ടം ഡാൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ആളിത് കണ്ടിട്ട് ചുവട് വെക്കണുണ്ടായിരുന്നു. ഈ അമ്മ ഹണി സിംഗറാണ് കേട്ടോ. അത് മനസ്സിലാക്കിയാലേ നമുക്ക് ശരിക്കും ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാവുള്ളൂ. ഇച്ചിരി കളിച്ച് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവരിവനെ കൂടെ പഠിപ്പിച്ചു. ഇപ്പോൾ ഇവൻ കളിക്കുന്നുണ്ടായിരുന്നു. അന്ന് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് കളിക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കൂടെ കളിക്കുവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അതൊരു 2000 പേരോളം വരുന്നൊരു സ്റ്റേജായിരുന്നു പെർത്ത് കൺവെൻഷൻ സെൻറ്ററിൽ. അതിൽ പുള്ളി കളിച്ചു. അത് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഡാൻസ് പഠിപ്പിക്കണം, ഹീസ് വെരി ടാലൻറ്റഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടുത്തെ ഒരു ഡാൻസർ വീണ എന്ന് പറഞ്ഞ ചേച്ചി ആദ്യം തന്നെ, അതെ, വീണ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കുട്ടിയെ ഭരതനാട്യം പഠിപ്പിക്കണം, അവനതിനുള്ള ടാലൻ്റ് ഉണ്ട്. ഇത് മോഹിനിയാട്ടമല്ലേ കളിച്ചത്? കളിച്ച ഒരു മോഹിനിയാട്ടം സ്റ്റൈലാണ്. ഒരു ചെറിയൊരു ബിറ്റ് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ പറഞ്ഞു ഭരതനാട്യം പഠിപ്പിക്കണം, കഴിവുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരിങ്ങനെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ നോക്കി തുടങ്ങി. അന്നേരമാണ് അർജുൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ മാഷിനെ പരിചയപ്പെട്ടു. ഓൺലൈനിൽ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 2 മാസം ഓൺലൈനിൽ പഠിച്ചു. അതിനുശേഷം കലോത്സവത്തിൽ പങ്കെടുത്തു. ഒരു ഭരതനാട്യം ഐറ്റം കളിച്ചു. അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെയാണ് ഈ പ്രതിഭ ഉണ്ടായത് കോവിഡിന്റെ സമയത്ത്. ശരിക്കും റാപ്പ് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ടതുപോലെ പാടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഒന്നേ ഉള്ളൂ കയ്യില്. വേറെ ഒരെണ്ണം 2 ദിവസം മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതി തീർന്നു. പക്ഷെ അതിന്റെ വർക്കിലാണ്. എഴുതി തീർന്നു, പിന്നെന്താ പുറത്തു വരാത്തെ? ചെറിയ വർക്കുണ്ട്, ചെറിയ ഡെക്കറേഷൻസ് ഉണ്ട്, ചില വാക്കുകളൊക്കെ മാറ്റണം. കറക്റ്റാണ്. അത് എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി വന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു വേർഡ് കുറച്ച് പ്രശ്നമുള്ളതാണ്. അത് അഡൽട്ട് വേർഡാണ്. അപ്പം അത് മാറ്റിയിട്ട് എനിക്കൊരു നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ ലെവലാണ്. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറ്റും അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റാഷണൽ അല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയല്ല. പക്ഷെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും. പക്ഷെ പുറത്താരെ ഉപദ്രവിക്കുന്ന വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും. അത് കുഴപ്പമില്ല കേട്ടോ. ഇവർക്ക് 2 ഇടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ? തിരിച്ചു കിട്ടാതെ നോക്കിക്കോളാം കേട്ടോ. അമ്മ നന്നായിട്ട് പിച്ചോ? അച്ഛനാണോ? ആഹാ, അമ്മ പാവമാണല്ലേ? അമ്മയുടെ മ്യൂസിക് ഇഷ്ടമാണ്. എന്നിട്ട് ക്ലാസിക്കലൊക്കെ പാടുവോ? ഇല്ല, വല്ലപ്പോഴൊക്കെ ഇരുന്ന് പാടും. പക്ഷെ അല്ലാതെ അമ്മ പഠിപ്പിക്കാൻ ശ്രമിക്കില്ല? എനിക്ക് വലിയ താല്പര്യമില്ല. സിംഗിങ് പക്ഷെ ക്ലാസിക്കല് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഇല്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൾ കൂടുതൽ കളിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഡാൻസിലോട്ട്. പാടാൻ കഴിവുണ്ട്, പക്ഷെ പുള്ളി അവിടെ ഇരുന്നത് ചെയ്യിപ്പിക്കാനുള്ളൊരു ക്ഷമ. അമ്മയുടെ ഒരു ക്ലാസിക്കൽ കേൾക്കാം, എന്നിട്ട് നമുക്ക് ഞാനൊരു കീർത്തനം. സിദ്ധി വിനായകം അനിശം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം സിദ്ധി വിനായകം അനിശം ചിന്തയാമ്യഹം പ്രസീദഗണനായകം വിശിഷ്ടാദ്രദായകം വരം സിദ്ധി വിനായകം അനിശം
അനീഷം തൊണ്ടയ്ക്ക് എന്തോ സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. തൊണ്ടയ്ക്ക് ഒരു 1.5 വർഷമായിട്ട് എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഇൻഫെക്ഷൻ വന്നതിന് ശേഷം തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമാണ്. ഹൈ നോട്ട്സ് ഒക്കെ പാടുമ്പോൾ സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫിലിം മ്യൂസിക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫിലിം ഞാൻ അലക്സ് പോളിന്റെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാടിയിട്ടുണ്ട്. ലാൽ ക്രിയേഷൻസിൽ കുറേ പാടിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ പാട്ടുകളാ ഓർമ്മയുണ്ടോ? പാട്ടുകൾ ഇപ്പം അങ്ങനെ ഓർക്കാൻ ഒരു 10-18 വർഷം മുമ്പ് കുറേ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഓർക്കണില്ല. പിന്നെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ട്രാക്ക് പാടി. പിന്നെ ആ മൂവിക്കകത്തും കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിൽ സെറ്റിലാവാൻ സാറ് പറഞ്ഞു. 1-2 വർക്കുകളൊക്കെ വന്നു. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ പുറത്തോട്ട്. അപ്പം ഞങ്ങൾക്ക് ആ ചാൻസ് മിസ്സായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനോട്ട് പറ്റിയിട്ടില്ല. പിന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഒരുവിധം എല്ലാവരുടെ കൂടെ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. അവിടെ എന്താ ജോലി ഓസ്ട്രേലിയ? ഞാൻ നാട്ടിൽ നിന്ന് നേഴ്സായിട്ട് പോയ ആളാണ്. അപ്പം ഞാൻ അവിടെ പോയി എനിക്ക് ഡോക്ടറാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ചു. അപ്പം ഇപ്പം ഡോക്ടറാണ്. അപ്പോൾ വേറെ ലെവൽ ആളാണ് കൂടെ ഉള്ളത്. അച്ഛനോ? അല്ല, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അടിപൊളി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രോത്സാഹകനാണ് ശരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാത്തുള്ളൂ. പക്ഷെ പുള്ളിക്കാരുടെ കഴിവാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകളൊന്നുമില്ല. അല്ല, പക്ഷെ പുള്ളി ഓർഗനൈസറാണ്. ഓസ്ട്രേലിയയിലോട്ട് ഒരുപാട് കലാകാരന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഞാനൊരു കലാകാരനാണ്. തീർച്ചയായിട്ടും നമുക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അല്ലേ? ഒരാൾ മാത്രമേ ഉള്ളോ? അല്ല, രണ്ടുപേരും കൂടെ ഉണ്ട്. എവിടെ അവരെ വിളിക്കാം. ഇവര് ശരിക്കും രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അതെ, വന്നിട്ടുണ്ട്. 8 മാസത്തിൽ വന്നിട്ടുണ്ട്. ഹായ് പറയൂലേ? ഹായ്. ശരിക്കും 23-ലെ കലാതിലകമായിരുന്നു. കലാപ്രതിഭയായിരുന്നു. ആ ഒരു അഹങ്കാരമൊന്നും ഇല്ലല്ലോ മുഖത്ത്. എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കണേ? അവനറിയില്ല കലാപ്രതിഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അറിയില്ല. പുള്ളി ഇങ്ങനെ പോകുന്നു. അവാർഡാണ് ഞാൻ പോയി റിസീവ് ചെയ്യുന്നത്. എന്തോ ഒരു അവാർഡ് കിട്ടി, അത് മാത്രം. എന്തോ ഒരു അവാർഡ് അല്ലേ? ഇവിടെ ഭയങ്കര വിലയാണ് ഇതിനൊക്കെ. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് അത് അത്രയ്ക്കങ്ങ് ഇങ്ങനെയുള്ള ഒരു മത്സരത്തിന് പോകണമെന്ന് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ പറയട്ടെ, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആള് പറയും എന്തിനാ മത്സരിക്കണം, എന്തിനാ നമ്മൾ പെർഫോം ചെയ്യുന്നതല്ല, എന്തിനാ നമ്മൾ എല്ലാവരോടും മത്സരിക്കണം. അപ്പൊ അങ്ങനെ അറിയില്ല. അപ്പൊ ശരിക്കും ഇവനെടുത്ത സ്റ്റാൻഡ് കറക്റ്റാണ് കേട്ടോ. 2 കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ റാപ്പിൻ്റെ കാര്യത്തിൽ വാക്ക് മാറ്റണം, അഡൽട്ട് വാക്ക് വേണ്ട, ഇപ്പോൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതും, അതേപോലെ മത്സര ബുദ്ധി അത്രയൊന്നും വേണ്ടല്ലേ. പക്ഷെ എല്ലാത്തിലും കൈവയ്ക്കുന്നുണ്ട്. ഈ കുക്കിങ്ങിലും കൈവച്ചിട്ടുണ്ടാ? ഇനി അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നന്നായി കുക്ക് ചെയ്യും. KFC ഒക്കെ ഉണ്ടാക്കും, തനിച്ചുണ്ടാക്കും. ബർഗറൊക്കെ ഫുള്ള് ഇങ്ങനെ. അത് ഞങ്ങൾ അതും ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ പോയി ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേ വിശ്വസിക്കുള്ളൂ. ബീഫ് വെച്ച് സ്റ്റേക്ക് ഉണ്ടാക്കും, അങ്ങനെ കുറെ ഉണ്ടാക്കുക. എന്നിട്ട് ഇവർ രണ്ടുപേരും നല്ല അഭിപ്രായം പറയുമോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? തമ്മിൽ തല്ലാണ്, പക്ഷെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവൾക്കാണ് അത് ഏറ്റവും ഇഷ്ടം. കൊടുക്കും, ഷെയർ ചെയ്യും. ഓസ്ട്രേലിയയിലെ ബാൻഡിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശക്തമായിട്ടുണ്ടോ അവിടെ? ഉണ്ട്. നമ്മളൊരിപ്പോൾ 8-9 വർഷമായിട്ട് നമ്മൾ മ്യൂസിക് സ്കൂളും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്വരോദയ എന്നാണ് മ്യൂസിക് സ്കൂളിൻ്റെ പേര്. പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങൾ ഒരു ബാൻഡായിട്ട് അതിനെ മാറ്റി. മ്യൂസിക് സ്കൂളും ഉണ്ട്, ബാൻഡും ഉണ്ട്. മാജിക്കൽ മൊമെൻറ്റ്സ് എന്നാണ് ബാൻഡിൻ്റെ പേര്. അതിൻ്റെ കൂടെ ഞങ്ങൾ 2-3 പേര് കൂടിയാണ് ചെയ്യുന്നത്. ഒന്ന് അജി, ജെയ്ബിൻ, ജേക്കബ്. എല്ലാ വർഷവും ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ 2 പേരെ കൊണ്ടുപോകും. ഇത്തവണ ഇത് 4 പേര് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കലാകാരന്മാർക്ക് ഒരു ആശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ കലാകാരന്മാർക്ക് എന്ന് പറയാല്ലേ? അതെ. പെർത്തിലെ ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തി, എല്ലാം ലൈവ് മ്യൂസിക് ബാൻഡാണ്, ഓർക്കസ്ട്ര എല്ലാം വെച്ചിട്ട്. ഇപ്പോൾ പാട്ടുകാരെയും നമ്മൾ ഓരോ ഷോപ്പിംഗ് സെൻറ്ററുകളും അവിടെ ഇവിടെ കണ്ടുമുട്ടിയ ആളുകളാണ്. അങ്ങനെ ഒരു 10-25 പേരോളം. തീർച്ചയായിട്ടും. കാരണം ഈ ജോലി കഴിഞ്ഞിട്ട്, ഇതൊരു പ്രൊഫഷൻ അല്ല അവരുടെ ആരുടെയും, പക്ഷെ ജോലി കഴിഞ്ഞിട്ട് ആ സമയം കണ്ടെത്തി കറക്റ്റ് പെർഫെക്റ്റ് ആക്കി എങ്ങനെയാണോ സിനിമയിൽ അത് ചെയ്തിരിക്കുന്നത് മാക്സിമം അതിൽ മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പുള്ളി ഹിപ്പ് ഹോപ്പ് പഠിക്കുന്നത് അളിയൻസ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള, അതും ഓൺലൈൻ തന്നെ ആയിരുന്നു. അളിയൻസ് D4 ഡാൻസ് വിന്നേഴ്സ്. അളിയൻസ് എന്ന് പറഞ്ഞ പ്രതീഷാണ് അതിന്റെ മെയിൻ ആള്. അപ്പം അവരുടെ അടുത്ത് ആണ് ഹിപ്പ് ഹോപ്പ് പഠിക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, ഓൺലൈൻ ആദ്യമായിട്ട്. കോവിഡ്, അതും ഈ സെയിം കോവിഡ് ടൈമിൽ ഞങ്ങൾ ഓൺലൈനിൽ കണ്ടെത്തിയതാണ് അലിയൻസിനെ. അപ്പോൾ അവരുടെ അടുത്ത് ഹിപ്പ് ഹോപ്പ് ഒരുപാട് സ്റ്റേജ് കളിച്ചു. ആദർശ് എന്ന് പറഞ്ഞ ആളാണ് പുള്ളിനെ പഠിപ്പിക്കുന്നത്. അവരുടെ കൂടെയും ഡാൻസ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കലാണോ ശരിക്കും ഈ
ഹിപ്പ് ഹോപ്പ് ഒക്കെ ആണോ കൂടുതൽ ഇഷ്ടം? ഏതാ? എനിക്ക് രണ്ടും ഇഷ്ടം. രണ്ടും ഇഷ്ടമാണ്. ഇത് അമ്മ പറഞ്ഞു തന്നെയല്ലേ ഇങ്ങനെ? അല്ല എനിക്ക് സത്യമായിട്ട് ഇഷ്ടം. സത്യമായിട്ട് ഇഷ്ടമാണ്. സംസാരിക്കുന്നതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് ഇപ്പോഴേ ഉണ്ട് എന്നുള്ളതാണ്. പാട്ട് എന്തായാലും വീട്ടിലുള്ള സ്ഥിതിക്ക് എല്ലാവർക്കും പാട്ടറിയായിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടിയാലോ? പാടാം. 1 2 3. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, എന്നു നീലത്തുരത്തില് നേർപ്പരിപ്പിൽ നിഴലിടാം, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന നെഞ്ചത്ത് വെട്ടില ചെല്ലവുമായി, തലവനുകേറി ദൂരത്തിൽ എന്നോ പതുങ്ങിയല്ലോ, താഴക്കുളത്തുള്ളരാ ചെലക്കം വെട്ടില ചെല്ലത്തിനോ, ഭൂമിയെ പാടി മൂടും അത്രയും വെട്ടിലയിട്ടു വയ്ക്കാം കുഞ്ഞിലം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. രണ്ടുപേരും ശരിക്കും പാടിയില്ല. എൽദോയും പാടിയില്ല, ഞാനും പാടിയില്ല. ബാക്കി എല്ലാവരും പാടി. നമുക്ക് പാട്ടറിയില്ല. അതെ അതെ. കേൾക്കാനുള്ള ഇഷ്ടമുള്ളൂ. കണി എൽദോ പാടില്ല, വീട്ടിലും പാടില്ല. പാടില്ല, പക്ഷെ പാടിക്കും, നന്നായിട്ട് പാടിക്കും. എല്ലാരെയും കൊണ്ട് തെറ്റ് തിരുത്തി തരും. എല്ലാവരും പാടുമ്പോൾ ഡാൻസ് ആണെങ്കിലും കളിക്കുമ്പോൾ തെറ്റി എന്നൊക്കെ അത് എങ്ങനെയാണെന്നറിയില്ല, അറിയാം. അപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുക. ഇടയ്ക്കൊക്കെ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയട്ടെ. വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ വളരെ കേട്ടോ. എല്ലാ ഏരിയയിലും കൈവച്ചോ. ഏതെങ്കിലും ഒരു ഏരിയയും കൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെഷ്യലൈസേഷനും കൂടെ നടത്തിക്കോ. അപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.